പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആമസോണിൽ വന്ന ഒരു പരസ്യമാണിത്. ഏസറിൻ്റെ സ്മാർട്ട് ഫോൺ ദ നെക്സ്റ്റ് ഹൊറൈസൺ ഏസർ സൂപ്പർ ZX മൊബൈൽസ് 25 ഏപ്രിലിൽ ഇത് വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഏസറിന് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന്. ഏസറിന് നേരത്തെയും മൊബൈൽ ഫോണുണ്ട്. ഏസർ കമ്പ്യൂട്ടറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ കമ്പനിയാണ്. ആദ്യത്തെ സ്മാർട്ട് ഫോൺ നമുക്ക് ഏതാണെന്ന് നോക്കാം. വിക്കിപീഡിയയിൽ ഞാൻ തിരഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഏസർ ബി ടച്ച് ഈസ് ദ സെക്കൻഡ് സ്മാർട്ട് ഫോൺ ലൈൻ റിയലൈസ്ഡ് ഫ്രം ദി കമ്പനി സിൻസ് ഇറ്റ് ദ ഫോൺ മാനുഫാക്ചറർ E10 ഇൻ 2009. E10 എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അത് ഏസറാണ് മാനുഫാക്ചർ ചെയ്തത്. ഇവിടെ കണ്ടോ, ഏസർ ബി ടച്ച് E400, E100, E101 തുടങ്ങിയ മൊബൈലുകൾ ഏസർ മാനുഫാക്ചർ ചെയ്തിരുന്നതാണ്. 2009 മുതൽ ഏസർ എന്ന കമ്പനി മൊബൈൽ ഫോൺ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അടുത്ത് S200, അതുപോലെ കുറേ ഫോണുകൾ, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരെ ഏസർ മൊബൈൽ ഫോൺ ലഭ്യമായിരുന്നു. അടുത്ത് P300, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് P300 റൺ ചെയ്തിരുന്നത്. അടുത്ത് P400, ഏസർ നിയോ ടച്ച് P400, അതും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും തന്നെ ആൻഡ്രോയിഡ് വളരെ പ്രസിദ്ധമായിരുന്നില്ല. മിക്കവാറും മൊബൈൽ കമ്പനികൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് നമ്മുടെ ആമസോണിൽ പുതിയതായി നൽകിയിരിക്കുന്ന പരസ്യത്തിലേക്ക് വരാം. ഇത് ഡിമെൻസിറ്റി 6300 പ്രോസസ്സറിലാണ് ഈ മൊബൈൽ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. സോണിയുടെ ക്യാമറ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് 8.6 mm ആണ്. 64 MB സോണിയുടെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 5G കണക്ടിവിറ്റി, ഫുൾ HD+ ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ്, 5000 mAh ബാറ്ററി, 6nm ചിപ്പ് സെറ്റ്, 2.4 GHz ഒക്ടോ കോർ ചിപ്പ് സെറ്റ്, 3 ക്യാമറ സെറ്റപ്പ്, 64 MB, 2 MB, 2 MB ആ രീതിയിലാണ് 3 ക്യാമറ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഏസറിൻ്റെ പുതിയ സ്മാർട്ട് ഫോണിനായി കാത്തിരിക്കാം. ഓക്കെ.